സ്കൂളിനെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകൾക്ക് ആകാശത്തോളം വലിപ്പമുണ്ട്. 1993 മുതൽ 2026 മെയ് 31 ആകുമ്പോഴേക്കും ഒരു 33 വർഷത്തെ സേവനം കാഴ്ചവെച്ച് ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്ന എല്ലാ വിഷമവും എൻ്റെ മനസ്സിലുണ്ട്. മേളകളുടെ ഒരു കാലമായാൽ എനിക്ക് ഒരു വർദ്ധിത വീര്യം വരുന്നത് ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ വിദ്യാലയത്തിലായിരുന്നതുകൊണ്ടാണ് എല്ലാ മത്സരങ്ങളിലും കുട്ടികൾ പങ്കെടുക്കണമെന്നും അതിലെല്ലാം നേട്ടങ്ങൾ കൊയ്യണമെന്നും വല്ലാത്തൊരു വാശി ഈ വിദ്യാലയത്തിലെ എല്ലാ ടീച്ചർമാർക്കും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസിൻ്റെ ചാർജുള്ള എനിക്ക് സോഷ്യൽ സയൻസിൻ്റെ ആൽബം, അതുപോലെ തന്നെ ചാർട്ടുകളുടെ വർഷങ്ങളോളം 1ാം സ്ഥാനം ലഭിക്കാനും അതിൽ പരിശീലനം നൽകാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ സയൻസ് സ്റ്റൈൽ മോഡൽ വർക്കിംഗ് മോഡൽ ഇതെല്ലാം ചെയ്യുമ്പോൾ കുട്ടികളിൽ പെരുകുന്ന ഒരു ആത്മവിശ്വാസം, പഠന താല്പര്യം, എത്ര പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികളിലേക്കും മത്സരങ്ങളിൽ അവർ പങ്കാളിത്തം നേടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹായ് രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത് ഒന്ന് മാത്രം: നന്ദി. കുട്ടികളുടെ പഠന മികവിന് വേണ്ടി ഒരുപാട് റിസർച്ചുകൾ ചെയ്യുകയും ധാരാളം നൂതനമായ തനത് രീതിയിലുള്ള ആക്ടിവിറ്റികൾ കണ്ടെത്താനുള്ള ഒരു ക്രേസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡിന് ജില്ലയിൽ നിന്നൊരു സെലക്ഷനൊക്കെ ഈ 2026 ലഭിച്ചു. ഏറെ സന്തോഷമാണ് ഇവിടുത്തെ അധ്യാപകരോടൊപ്പം ജോലി ചെയ്യാൻ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്ന രീതി എപ്പോഴും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓരോ മാതൃകകൾ, ടീച്ചിങ് മെത്തഡോളജി ലഭിക്കുന്നതെല്ലാം ക്ലാസ് മുറിയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ഒത്തിരി പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും എനിക്ക് ഒത്തിരി താല്പര്യമായിരുന്നു. അതിനുവേണ്ടി തന്നെ എൻ്റെ PhD വിഷയം പോലും പഠനോപകരണങ്ങളാണ്. അതിൻ്റെ ഒരു നൂതനവും തനതുമായ ഒരു ആവിഷ്കാരത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ അധ്യാപകർക്കുള്ള ടീച്ചിങ് എയ്ഡ് കോമ്പറ്റീഷനിൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ഈ സ്കൂൾ എനിക്ക് വളരാൻ നല്ല ഒരു വളക്കൂറുള്ള മണ്ണാണ് സമ്മാനിച്ചിട്ടുള്ളത്. പ്രീ ഡിഗ്രി TTC കഴിഞ്ഞ് ഈ സ്കൂളിൽ കയറി 4 MA ചെയ്യാനും PhD ചെയ്യാനും സെറ്റ് എഴുതി പാസ്സാവാനും ഇങ്ങനെ ഒന്നിനൊന്ന് നേട്ടങ്ങൾ കൊയ്തെടുക്കുമ്പോഴും എൻ്റെ ക്ലാസ്സിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടി, എൻ്റെ മുൻപിലെത്തുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ചുറ്റുമുള്ള അധ്യാപകർക്കും, അതുപോലെ തന്നെ പരിശീലന രംഗത്ത് അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന രംഗത്തായാൽ പോലും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ, കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ പലതും ചെയ്യണമെന്നുള്ള ഒരു വല്ലാത്തൊരാഗ്രഹം എന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള ഫലങ്ങളും എനിക്ക് ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കുന്ന നമുക്കുള്ള എല്ലാ കഴിവുകളും നമ്മുടെ കുട്ടികളിലേക്ക് പകരുമ്പോഴാണ് അധ്യാപന ജീവിതത്തിൻ്റെ മികവ് ആസ്വദിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും എൻ്റെ കുട്ടികളിലേക്ക് പകരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം വിജയങ്ങൾ ക്ലാസ് തലത്തിൽ മുതൽ ജില്ലാ തലങ്ങളിലേക്കൊക്കെ കുട്ടികൾ സമ്മാനങ്ങൾ മേടിക്കുവാൻ തക്ക വിധത്തിൽ അവരെ പ്രാപ്തരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് സ്കിറ്റൊക്കെ ചെയ്യുമ്പോൾ വലിയ ഇംഗ്ലീഷൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അവരുടെ കൂടെ കൂടുമ്പോഴുണ്ടാകുന്ന ആ ഒരു അധ്വാനം, അതിൻ്റെ ഒരു ഫലം ഞാൻ ആസ്വദിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആസ്വദിച്ച് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡിങ് രംഗത്ത് അസിസ്റ്റൻ്റ് ലീഡർ ട്രെയിനറായിട്ട് മധ്യപ്രദേശിൽ നിന്നൊക്കെ പരിശീലനം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ധാരാളം അധ്യാപകർക്കും കുട്ടികൾക്കും പരിശീലനം നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർത്തും ഒരു വിജയഗാഥ തന്നെ പാടി ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുന്നു എന്ന് ഞാൻ തീർത്തും ഈ വിദ്യാലയത്തിൽ നിന്നും ഒരു വിജയഗാഥ പാടിക്കൊണ്ട് തന്നെ പടിയിറങ്ങുന്നു എന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. എന്നോട് സഹകരിച്ച, എനിക്ക് വേണ്ടി രാപ്പകൽ പ്രാർത്ഥിച്ചിട്ടുള്ള എൻ്റെ മാതാപിതാക്കളെ ഓർക്കുന്നു. അതുപോലെ എന്നെ എപ്പോഴും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ HMസിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ അധ്യാപകർ, കൂടെയുള്ള അധ്യാപകർ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ഒരുപാട് സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുവാൻ അവരെടുത്തിട്ടുള്ള പ്രയത്നങ്ങളെ ഞാൻ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. നല്ല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എനിക്ക് വിദ്യാഭ്യാസ അതോറിറ്റി ഏൽപ്പിച്ചിട്ടുള്ള
കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു. ഏതൊരു കാര്യം, ഉദാഹരണത്തിന് രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് എല്ലാ ക്ലാസ്സുകളിലും ലാപ്ടോപ്പ്, LCD പ്രൊജക്ടറൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ പണം ചെലവഴിച്ച് എൻ്റെ ക്ലാസ്സിൽ സ്ഥാപിക്കുകയും അതുപയോഗിച്ച് വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുവാനുള്ള ആദ്യ സംരംഭം, ആദ്യ പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ തന്നെ ഏത് വിദ്യാഭ്യാസ ഓഫീസേഴ്സ് വരുമ്പോഴും എൻ്റെ ക്ലാസ് സന്ദർശിക്കുകയും പ്രത്യേകിച്ച് അവർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ അവർ അതിനെ അഭിനന്ദിക്കുകയും പ്രവർത്തനങ്ങൾ എടുത്തു വരികയൊക്കെ ചെയ്യുമ്പോൾ അതെന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതൊരു നല്ല ഓർമ്മയാണ്. അതുപോലെ തന്നെ RICയിൽ ഒരു ഇംഗ്ലീഷ് പഠനത്തിന് പോയതോടുകൂടിയാണ് എനിക്ക് ഒരു മാസത്തെ ഒരു പരിശീലനം കിട്ടിയതിന് ശേഷമാണ് ഇംഗ്ലീഷിൽ ഒരു MA ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹം പിന്നീട് അത് PhDയിലേക്കൊക്കെ വളർന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ ഒരു PhD മേടിക്കുമ്പോൾ നേടിയതിൻ്റെ ഒരു വളരെയധികം അഭിമാനം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലഭിച്ച പ്രോത്സാഹനങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഒരു വയനാട് ജില്ലാ സ്വദേശിയാണ് ഞാൻ. വെറുതെ ഒരു പ്രീ ഡിഗ്രി മാത്രം പഠിച്ച ശേഷം അധ്യാപികയായി. എന്നാൽ ധാരാളം തേച്ച് മിനുക്കലുകളിലൂടെ എൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ സ്കൂളിന് വളരെയധികം അത് ഗുണം ചെയ്യാനും ഉള്ള പ്രയത്നങ്ങൾ ഞാൻ ഏറ്റവും നന്നായി തന്നെ നിർവഹിച്ചു എന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. അതുപോലെ തന്നെ ധാരാളം പ്രാവശ്യം കവിതകൾ എഴുതിയും ഉപന്യാസങ്ങളൊക്കെ എഴുതിയും സ്വർണ്ണ മെഡലൊക്കെ വാങ്ങിക്കാനായിട്ട് സംസ്ഥാന തലത്ത് എനിക്ക് സാധിച്ചു. അപ്പോൾ ആ രചനാ വൈഭവം അല്ലെങ്കിൽ ആ രചനയിലുള്ള എൻ്റെ ഒരു ആത്മവിശ്വാസം അത് കുട്ടികളിലേക്ക് പകർത്തിയപ്പോൾ കുട്ടികൾക്കും വാങ്മയ പ്രതിഭയാകാനും അതുപോലെ തന്നെ കവിതാരചനയിലൊക്കെ സമ്മാനങ്ങൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്താണോ ഒരു അധ്യാപികയിലുള്ളത് അത് കുട്ടികളിലേക്ക് വ്യാപരിക്കുന്നു എന്നുള്ള നഗ്ന സത്യമാണ് എനിക്ക് ജീവിത പാഠമായിട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ദിനാചരണങ്ങളും വരുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് അതിനെല്ലാം നോക്കിക്കാണാനും ഏത് ജോലി എന്നെ വിദ്യാലയം ഏൽപ്പിച്ചാൽ ഏറ്റവും ആദ്യം ചെയ്യാനും ഏത് കഠിനമായ ജോലിയും അത് ഏറ്റെടുത്ത് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു വളരെ ഒരു ഇഷ്ടം ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആദ്യം മുന്നിൽ തന്നെ ഏത് കാര്യത്തിലും മുന്നിൽ തന്നെ നിന്ന് പോകാനായിട്ടുള്ള ഒരു പ്രവണത എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഞാൻ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു നല്ല കവിത എഴുതിയത് യൂട്യൂബിൽ പ്രസിദ്ധീകരിക്കാനായി ഒരു നാളും പിരിയാതെ പുൽകിത്തഴുകുന്ന ദൈവസ്നേഹത്തെ പറ്റിയൊക്കെ ഒരു പാട്ടൊക്കെ എഴുതാൻ സാധിച്ചു. അതുപോലെ ദേശഭക്തി ഗാനങ്ങൾ പാടാനും അതൊക്കെ കുട്ടികളിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതൊക്കെ വളരെ വിജയമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പല രക്ഷിതാക്കളും പറയാറുണ്ട് ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ സമൂലമായ മാറ്റങ്ങൾ വരാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. കൃത്യമായിട്ട് കുട്ടികളിലെ മാറ്റം നമ്മുടെ അധ്വാനം വഴിയായിട്ടാണ് സംഭവിക്കുന്നത്. ആ അധ്വാനത്തിന് എന്നെ ഒരുക്കിയ ദൈവത്തിന് ആ ഒരു അവസരം സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി മാനേജ്മെൻറ്റ് നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. സിസ്റ്റേഴ്സിനൊക്കെ ഒത്തിരി സ്നേഹമായിരുന്നു. എല്ലാ കാലത്തും അവരുടെ ഒരു സപ്പോർട്ട് എൻ്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്, എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതൊരു ഇത്രയൊക്കെ വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് PhD വരെയൊക്കെ ഒരു വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് പരീക്ഷയൊക്കെ എഴുതാനായിട്ടൊക്കെ ഒത്തിരി അവരുടെ ഒരു സഹായം എനിക്ക് വല്ലാതെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും നന്ദിയുള്ളവളാണ്. അതുപോലെ തന്നെ ഓരോ അധ്യാപകരുടെ മത്സരങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സംസ്ഥാനത്ത് പാലക്കാടും കണ്ണൂരൊക്കെ പോയി പാടിയിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു ഓർമ്മയാണ് പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴും. അതുപോലെ സ്കൂൾ ദിനാചരണങ്ങളൊക്കെ വരുമ്പോൾ അധ്യാപകരുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും അതുപോലെ അധ്യാപകർക്കൊപ്പം വിനോദയാത്രകൾ നടത്തിയതൊക്കെ എൻ്റെ മനസ്സിൽ നല്ല കുളിരുള്ള ഓർമ്മയാണ്. തീർച്ചയായും ഞാൻ നന്നായിട്ട് മിസ് ചെയ്യും വിദ്യാലയത്തെ. ഇനി അതുപോലെ പേരൻസ്, രക്ഷിതാക്കളും കുട്ടികളും ഒത്തിരി സ്നേഹത്തോടെ അവർ പെരുമാറിയിരുന്നു. അതെല്ലാം എന്നെ സന്തോഷിപ്പിച്ചിരുന്നു. അവരുടെ സ്നേഹം ഞാൻ അനുഭവിച്ചിരുന്നു. ഈ 33 വർഷക്കാലവും ഈ വിദ്യാലയത്തിൽ തന്നെ ആയിരുന്നുകൊണ്ട് ജീവിക്കുവാനും ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനും ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിച്ചത് തികച്ചും ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമസ്കാരം, ഞാൻ സിബി തോമസ്. 33 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം ഇക്കൊല്ലം വിരമിക്കുന്ന സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ കാർമലി ടീച്ചർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കുമ്പള ഹോളി ഫാമിലിയിൽ വെച്ച് നടക്കുന്ന ആനുവൽ ഡേക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഹായ്.
ഹായ് കാർമലി ടീച്ചർ, ദിസ് ഇസ് മീ സെലിൻ. ഞാൻ എൻ്റെ വളരെ ചെറുപ്പം തൊട്ട് അറിയുന്ന ആളാണ് കാർമലി ടീച്ചർ. എപ്പോഴും പുഞ്ചിരിയോടെ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നോ പറയാതെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് 33 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം ഈ വർഷം ഔദ്യോഗികമായിട്ട് വിരമിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയാണ് കാർമലി ടീച്ചർ. അപ്പോൾ ടീച്ചറിന് എൻ്റെയും എൻ്റെ ഫാമിലിയുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതിനോടൊപ്പം തന്നെ ഹോളി ഫാമിലി കുംബ്ലയിൽ ഫെബ്രുവരി 14 നടക്കുന്ന ഈ ഒരു ആനുവൽ ഡേ ഫംഗ്ഷന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. So I wish you a very happy, healthy and peaceful life ahead. With lots of love, Celine. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഞാനിവിടെ പോയിനാച്ചിപ്പള്ളിയിലെ വികാരിച്ചനാണ്. കൂടാതെ നമ്മുടെ കാർമലി ടീച്ചറിൻ്റെ സ്റ്റുഡൻറ്റും കൂടെയാണ്. നമ്മുടെ കാസർഗോഡ് പള്ളിയിൽ 10th എന്നെ കാറ്റഗറിസം പഠിപ്പിച്ചിട്ടുണ്ട്. ജെയിനും ഞാനൊക്കെ ഒരുമിച്ചായിരുന്നു, ഒരു ക്ലാസ്സിലായിരുന്നു. ആ ഡേയ്സൊക്കെ അടിപൊളിയായിരുന്നു, എപ്പോഴും ഓർക്കും. ഇന്ന് ആക്ച്വലി ടീച്ചറിന് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരണം എന്ന് ഓർത്തിരുന്നത്, എല്ലാം പ്ലാൻ ചെയ്തൊക്കെ ഇരുന്നതാണ്. അപ്പോഴാണ് ചെറിയൊരു ആക്സിഡൻറ്റ് പോലെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത് ഉറപ്പായിട്ടും വന്നേനെ. ടീച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ 10th ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഒരു വർഷമായിരുന്നു 10th കാറ്റഗറിസം എന്ന് പറയുന്നത്. ഞാൻ ആ 10th കഴിഞ്ഞിട്ടാണ് അച്ഛനാകാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വൊക്കേഷനിൽ, എൻ്റെ ദൈവവിളിയിൽ കുറേ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ടീച്ചറിൻ്റെ കുറേ വാക്കുകളും നല്ല ആശയങ്ങളൊക്കെയാണ്. എപ്പോഴും ടീച്ചറിനോട് അടുപ്പമൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ടീച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ കാസർഗോഡ് വന്നിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കാസർഗോഡ് വന്നിട്ട് ഇതുവരെ ടീച്ചറെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സർപ്രൈസായിട്ട് ഈ സെൻഡ് ഓഫ്, ഈ ഫെയർവെല്ലിൻ്റെ അന്ന് അല്ലെങ്കിൽ ഈ യാത്രയപ്പിൻ്റെ അന്ന് വരണം എന്നൊക്കെ ഓർത്ത് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ടീച്ചറിന് എല്ലാ വിശ്വസും നേരുകയാണ്. ഒബ്വിയസ്ലി ടീച്ചറിന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും ഇത്രയും കാലത്തിൽ. അപ്പം അവരൊക്കെ ടീച്ചറിനെ എപ്പോഴും ഓർക്കുന്നുണ്ടാവും. ടീച്ചറിൻ്റെ ഒരു ടീച്ചിങ് ക്വാളിറ്റിയും അറിവും ഒക്കെ ഞങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് അതൊരു പ്രചോദനമായിട്ടുണ്ട്, ഇൻസ്പയർ ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ജെയിനും അവരെല്ലാവരും വളരെ മിടുക്കരായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഉറപ്പായിട്ടും ടീച്ചറിൻ്റെ ട്രെയിനിങ് ഒക്കെയാണ്. ടീച്ചറിൻ്റെ സ്റ്റുഡൻസ് ആരും തന്നെ മോശമായിട്ട് പോയിട്ടില്ല. എല്ലാവരും നല്ല അടിപൊളി കുട്ടികളായിട്ടുണ്ട്. സോ ഞാനെപ്പോഴും 10th കഴിഞ്ഞിട്ടാണ് ഞാൻ സെമിനാരിൽ പോണത്. അതുകൊണ്ട് ഞാനെപ്പോഴും ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർത്ത് വെക്കാറുണ്ട്. സോ ഈ യാത്രയപ്പിൻ്റെ എല്ലാ വിഷസും സ്നേഹത്തോടെ നേരുകയാണ് ടീച്ചർക്ക്, കാർമലി ടീച്ചർക്ക്. ബെസ്റ്റ് വിഷസ്. ഇത്രയും കാലം ഒരുപാട് നല്ല നന്മകൾ ഒരുപാട് ഇവർക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതെല്ലാം ഓർത്തിരിക്കും. ഉറപ്പായിട്ടും അതിനുള്ള പ്രതിഫലം തമ്പുരാൻ തരും. സോ താങ്ക് യു സോ മച്ച് ടീച്ചറെ. അവിടെ വരാൻ പറ്റാത്തില്ല, സോറി, വരണം എന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി എല്ലാ വിഷസും നേരുകയാണ് സ്നേഹത്തോടു കൂടി. സോ ബെസ്റ്റ് വിഷസ്, നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫ് വിഷ് ചെയ്യുകയാണ്. സോ അടിപൊളിയായിട്ട് കാര്യങ്ങൾ പോട്ടെ. താങ്ക് യു സോ മച്ച്.